ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഷമീം കൽപ്പേനിയാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കൊച്ചിയിൽ നിന്നും 12 മണിക്കൂർ കപ്പൽ യാത്ര നടത്തി ഞങ്ങൾ ലക്ഷദ്വീപിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് ആ കാണുന്ന കൽപ്പേനി ദ്വീപിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വലിയ കപ്പൽ കൽപ്പേനി ദ്വീപിലെ പാലത്തിലേക്ക് അടുക്കത്തില്ല. ഇതേപോലെ ചെറിയ ബോട്ടിൽ ഇറങ്ങിയിട്ട് വേണം പോകാൻ. കപ്പലിൽ നിന്നും ഒരു 10 മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്താൽ കൽപ്പേനി ദ്വീപിലെത്തുന്നതാണ്. ഇതേ നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും കരയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ബോട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വേറെ വരുന്നുണ്ട്. എല്ലാവർക്കും കൂടി ഒരൊറ്റ ബോട്ടിൽ ഇറങ്ങാൻ പറ്റിയില്ല. പല ബോട്ടുകളിലായിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ താമസ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റുകൾക്ക് താമസിക്കാൻ കൊടുത്ത ബീച്ച് സൈഡ് ലോഡ്ജാണ് നിങ്ങൾ കാണുന്നത്. നേരെ അപ്പുറത്ത് തന്നെ കടൽ തന്നെയാണ് കാണുന്നത്. ഒരു ടീമിന് ഇവിടെയാണ് താമസിക്കാൻ കൊടുത്തത്, മറ്റേ ടീമിന് വേറൊരു സ്ഥലത്താണ് താമസിക്കാൻ കൊടുത്തത്. ഇതും ബീച്ച് സൈഡ് റൂം തന്നെയാണ്. ഹോം സ്റ്റേ ആയിട്ടാണ് നമ്മൾ താമസിക്കാൻ കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സ്നോർക്കലിംഗ് നമ്മുടെ പാക്കേജിൽ പെട്ടതാണ്. കൽപ്പേനി ദ്വീപിൽ നിന്നും ഈ കാണുന്ന ചെറിയ തോണിയിൽ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ ആൾ താമസമില്ലാത്ത പിട്ടി ദ്വീപിലെത്താം. പിട്ടി ദ്വീപിലാണ് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട്, നീന്താൻ അറിയാത്ത ആളുകൾക്കും സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന്. സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. നീന്താൻ അറിയാത്തവരാണ് എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കൂമേൽ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങുകയാണ്. കാരണം കൂമേൽ ബീച്ചിൽ വന്ന് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടണം. അതുപോലെ ഗൈഡിനെയും കൂട്ടിക്കൊണ്ട് പോകണം. നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാൻ 2 ഗൈഡ് വരും. അവരെ നമുക്ക് കൂമേൽ ബീച്ചിൽ നിന്നാണ് എടുക്കാനുള്ളത്. നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏത് മാസത്തിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യാം. അടുത്ത വർഷം 2026 ഏപ്രിൽ മെയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ആളുകൾ അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ധരിച്ച് തോണിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങോട്ടൊന്ന് നോക്കി, അവിടെ കാണുന്ന ചെറിയൊരു ദ്വീപില്ലേ, ആ ദ്വീപിൻ്റെ പേരാണ് പിട്ടി ദ്വീപ്. ആ പിട്ടി ദ്വീപിലേക്കാണ് ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്ര പുറപ്പെട്ടു. ഒന്നാമത്തെ കാര്യം നിങ്ങൾ അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് വാങ്ങിത്തരിക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കൂമേൽ ബീച്ചിൽ നിന്നും യാത്ര ചെയ്ത് ആൾ താമസമില്ലാത്ത പിട്ടി ദ്വീപിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റുകളെല്ലാം തോണിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നോർക്കലിങ്ങിന് മുമ്പ് സ്നോർക്കലിംഗ് ഗൈഡ് എങ്ങനെയാണ് സ്നോർക്കലിംഗ് ചെയ്യേണ്ടതെന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൈഡ് നമ്മളെ ഗസ്റ്റുമാരെയും കൊണ്ട് സ്നോർക്കലിങ്ങിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറത്തെ സ്നോർക്കലിംഗ് എല്ലാം കഴിഞ്ഞിതാ ഞങ്ങൾ ഈ കാണുന്ന തോണിയിലേക്ക് തന്നെ തിരിച്ചു കയറുകയാണ്. നേരെ താമസ സ്ഥലത്തേക്ക് പോകണം. നമ്മൾ ലക്ഷദ്വീപ് യാത്രയുടെ 1-ാമത്തെ ദിവസം. എന്താ കിടത്തം, ഒന്ന് നോക്കിയേ, എന്ത് സുഖസുന്ദരമായ കിടത്തം. അങ്ങനെ ഞങ്ങളിതാ ഗൈഡിനെ കൊണ്ടുവന്ന് കൂമേൽ ബീച്ചിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മുടെ ലക്ഷദ്വീപ് ഉല്ലാസ യാത്രയുടെ 1-ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ സ്നോർക്കലിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ സ്നോർക്കലിംഗ് കൊടുക്കും. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം വിശ്രമിക്കാൻ വിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൽപ്പേനി ദ്വീപിലെ അതിമനോഹരമായ ടിപ്പ് ബീച്ചിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ അതിമനോഹരമായ ടിപ്പ് ബീച്ചിലാണ് എത്തിയിട്ടുള്ളത്. നോക്കി, എന്താ ഭംഗി. ടിപ്പ് ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും കടലാണ്. പിന്നെ സൂര്യാസ്തമയം സൂര്യോദയം രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി ബീച്ചാണ് ടിപ്പ് ബീച്ച്. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക.